ഓസ്ട്രിയൻ പവർ ജയന്റ്സ്. ഒരു വിവരണം. ഓസ്ട്രിയൻ പവർ ഗ്രിഡ് എപിജി രാജ്യത്തെ വൈദ്യുതി വിതരണ സംവിധാനങ്ങളിൽ ഒരു പുതിയ ആശയം കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന് ഓസ്ട്രിയൻ പവർ ജയന്റ്സ് എന്ന് പേര് നൽകിയിരിക്കുന്നു. എന്താണീ ആശയം? രാജ്യത്ത് പുതിയ ഹൈ വോൾട്ടേജ് വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇതിനായി സ്ഥാപിക്കുന്ന പരമ്പരാഗതമായ ചാരനിറത്തിലുള്ള സ്റ്റീൽ തൂണുകൾ, പൈലണുകൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്നുവെന്നും കാഴ്ചയ്ക്ക് മനോഹരമല്ലെന്നും പൊതുജനങ്ങളിൽ നിന്ന് വ്യാപകമായ അഭിപ്രായമുയർന്നിരുന്നു. ഇതിനൊരു പരിഹാരമായിട്ടാണ് സാധാരണ തൂണുകൾക്ക് പകരം അവയെ കൂറ്റൻ മൃഗങ്ങളുടെ രൂപത്തിലുള്ള സ്റ്റീൽ ശില്പങ്ങളായി രൂപകൽപ്പന ചെയ്യാൻ തീരുമാനിച്ചത്. പ്രത്യേകതകൾ. രൂപകൽപ്പനയുടെ അടിസ്ഥാനം. ഓസ്ട്രിയയിലെ 9 ഫെഡറൽ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഭൂപ്രകൃതിയുമായി ബന്ധമുള്ള ഓരോ മൃഗത്തിന്റെ രൂപത്തിൽ ഓരോ പൈലൺ സ്ഥാപിക്കാനാണ് പദ്ധതി. ഉദാഹരണങ്ങൾ: ആൽപൈൻ താഴ്വരകളിലെ വനപ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന മാൻ, സ്റ്റാഗ് രൂപത്തിലുള്ള പൈലൺ ലോവർ ഓസ്ട്രിയയ്ക്കു വേണ്ടി രൂപകൽപ്പന ചെയ്തു. അതുപോലെ വാർഷിക ദേശാടനത്തിന് പേരുകേട്ട കൊക്കിന്റെ സ്റ്റോർക്ക് രൂപം ബർഗൻലാൻഡിനും നൽകി. പ്രവർത്തനക്ഷമത. ഈ രൂപകൽപ്പനകൾ വെറും കലാസൃഷ്ടികൾ മാത്രമല്ല, പരമ്പരാഗത ടവറുകളുടെ എല്ലാ എഞ്ചിനീയറിംഗ് സവിശേഷതകളോടെയും ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി ലൈനുകൾ വഹിക്കാൻ ശേഷിയുള്ള പൂർണ്ണമായ യൂട്ടിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ കൂടിയാണിത്. മാന്റെ കൊമ്പുകളും കൊക്കിന്റെ ചിറകുകളും ലൈനുകൾ താങ്ങി നിർത്താനുള്ള കൈകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലക്ഷ്യം: വ്യവസായപരമായ നിർമ്മിതികളെ പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങിച്ചേർക്കാനും പ്രാദേശിക സംസ്കാരത്തിന്റെ പ്രതീകമായി മാറാനും ഈ ഡിസൈനിലൂടെ ശ്രമിക്കുന്നു. അതായത്, വൈദ്യുതി വിതരണത്തിന്റെ ആവശ്യകത നിലനിർത്തിക്കൊണ്ടുതന്നെ വ്യവസായ ഘടനകളെ ഒരു പ്രദേശത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന രീതിയിലേക്ക് മാറ്റിയെഴുതുകയാണ് ഈ പദ്ധതിയിലൂടെ ഓസ്ട്രിയ ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക.